നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം കൊക്കയിൽ തള്ളിയ കേസിൽ സാം കെ ജോർജിന് കുരുക്കായി പിടിയിലാകുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഇറാനിയൻ യുവതിയുടെ മൊഴി ശക്തമാവുകയാണ്. കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ഇറാനിയൻ യുവതിയുമായി സാം കാണക്കര രത്നഗിരിയിലെ വീട്ടിൽ എത്തിയിരുന്നു. ഈ സമയത്ത് സാമും ജെസ്സിയും മലയാളത്തിൽ വഴക്കിടുകയായിരുന്നതായാണ് ഇറാനിയൻ യുവതി പോലീസിന് നൽകിയ മൊഴി. ഇതിന് പിന്നാലെയാണ് ജെസ്സിയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. ഇറാനിയൻ യുവതി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. സെപ്റ്റംബർ 26-നാണ് ജെസ്സി സാമിനെ ഉഴവൂർ അരീക്കര സ്വദേശിയായ ഭർത്താവ് സാം കെ ജോർജ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം കാറിന്റെ ഡിക്കിയിലാക്കി ഇടുക്കി ഉടുമ്പന്നൂരിലെ റോഡരികിലെ കൊക്കയിൽ തള്ളുകയായിരുന്നു. തുടർന്ന് വൈറ്റിലയിലെത്തിയ പ്രതി ഇറാനിയൻ യുവതിക്കൊപ്പം ബസ്സിൽ മൈസൂരു വഴി ബാംഗ്ലൂരിലെത്തി. ഇവിടെ വെച്ചാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പ്രതിയെയും കൂടെയുണ്ടായിരുന്ന ഇറാനിയൻ യുവതിയെയും കോട്ടയത്ത് എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് സാം ജോർജ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലവും ഇയാൾ പോലീസിന് വെളിപ്പെടുത്തുകയായിരുന്നു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സാമുമായി നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കാറും മറ്റ് തെളിവുകളും കണ്ടെത്തിയിരുന്നു. കോട്ടയം ശാസ്ത്രി റോഡിലെ ഒരു ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് സാം മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറ് കണ്ടെത്തിയത്. കാറിനുള്ളിൽ നിന്ന് ഒരു വെട്ടുകത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സാം കെ ജോർജിന് മറ്റ് സ്ത്രീകളുമായി ബന്ധം ഉണ്ട് എന്നതും അത് ജെസ്സി ചോദ്യം ചെയ്തു എന്നും സ്വത്തുമായി ബന്ധപ്പെട്ട രണ്ട് കേസിലെ വിധി പ്രതികൂലമാകുമെന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകത്തിന് 10 ദിവസം മുമ്പ് സാം ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളത്തെ വ്യൂ പോയിന്റിലെത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പ്രതിയുടെ ഫോണിൽ നിന്ന് വ്യൂ പോയിന്റിന്റെ ഫോട്ടോകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒട്ടേറെ വിദേശ വനിതകളുമായി സാം ബന്ധം പുലർത്തിയിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ സാം ബാംഗ്ലൂരിലേക്ക് എത്തി ഒരു ഇറാനിയൻ യുവതിക്കൊപ്പമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഇവരെ ടെഹ്റാനിൽ പോയി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും MG യൂണിവേഴ്സിറ്റിയിൽ യോഗ കോഴ്സിന് ചേരാൻ പറഞ്ഞതും സാം ജോർജ് ആയിരുന്നു. ഇവിടെ പഠിക്കാൻ സ്കോളർഷിപ്പ് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് സാം കെ ജോർജ് ഇറാനിയൻ യുവതിയുമായി സൗഹൃദത്തിലാകുന്നതെന്നും അവിവാഹിതനാണ് എന്നാണ് യുവതിയോട് പറഞ്ഞിരുന്നത് എന്നും പോലീസ് വ്യക്തമാക്കി. MG സർവകലാശാല ക്യാമ്പസിൽ സാമിന്റെ സഹപാഠിയായ വിയറ്റ്നാം സ്വദേശിനി ആണ് ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഒരു ദിവസം ജെസ്സിയും സാമും തമ്മിൽ വഴക്കിട്ടതോടുകൂടി യുവതി അവിടെ നിന്ന് താമസം മാറി. പിന്നീട് ഇവിടെ പേയിങ് ഗസ്റ്റായി എത്തിയ സാമിന്റെ സഹപാഠിയായ യുവാവാണ് സാം വിവാഹിതനാണ് എന്ന കാര്യം വിയറ്റ്നാം സ്വദേശിനിയെ അറിയിച്ചത്. വിയറ്റ്നാം യുവതി പിണങ്ങാൻ കാരണം ജെസ്സിയാണ് എന്ന ധാരണയിൽ സാം വഴക്കിട്ടിരുന്നു. വിയറ്റ്നാം യുവതി അകന്നതോടുകൂടിയാണ് ഇറാനിയൻ യുവതിയെ ടെഹ്റാനിലെത്തി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മിസ്സിംഗ് കേസ് കൊലപാതക കേസായി മാറുകയായിരുന്നു. ജെസ്സിയുടെ വിദേശത്തുള്ള മകൾ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് നാട്ടിലുള്ള കുടുംബ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചിരുന്നു. സെപ്റ്റംബർ 26 വെള്ളിയാഴ്ചയാണ് ജെസ്സി അവസാനമായി മക്കളെ ഫോണിൽ വിളിച്ചത്. ഇതിനുശേഷം മക്കൾ ജെസ്സിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് നാട്ടിലുള്ള കുടുംബ സുഹൃത്തിനെ ഇവർ വിവരം അറിയിച്ചത്. മമ്മിയെ കാണാനില്ലെന്നാണ് അവർ പറഞ്ഞത്. വെള്ളിയാഴ്ചയാണ് അവസാനം വിളിച്ചതെന്നും പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞു. കുടുംബ സുഹൃത്തിന്റെ പരാതിയിൽ മിസ്സിംഗ് കേസായി അന്വേഷണം തുടങ്ങിയ ശേഷമാണ് കൊലപാതകത്തിലേക്ക് ചുഴലഴിഞ്ഞത്. ജെസ്സിയും സാമും തമ്മിൽ പ്രശ്നമുള്ളത് അറിയാമായിരുന്നു എന്നും പക്ഷേ ഒരാൾ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിനിടയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും കുടുംബ സുഹൃത്ത് പറയുന്നു.